السلام عليكم ورحمة الله تعالى وبركاته. بسم الله وكفى والصلاة والسلام على سيد المصطفى وعلى آله وصحبه الفائزين والوفاء بعد. സ്നേഹമുള്ളവരെ, വളരെ മനോഹരമായിട്ടുള്ളൊരു വീടിനകത്ത് ശില്പിയായ പണിക്കാരൊക്കെ കൊത്തിവെച്ചിട്ടുള്ള മനോഹരമായ ആർക്കിടെക്ചർ വർക്കുകൾക്കിടയിൽ നമ്മളിങ്ങനെ ജീവിക്കുകയാണ്. ആ സുഖസൗകര്യങ്ങൾ വേണ്ടുവോളം രുചിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അറിയണില്ല, നമ്മൾ അന്വേഷിക്കണില്ല അതിൻ്റെ ഒരു അടിത്തറയെക്കുറിച്ചൊന്നും. അങ്ങനെ ഒരിക്കലും നമുക്കിങ്ങനെ ചിന്ത വരണം, ഇതിൻ്റെ അടിത്തറ എന്തായിരിക്കും, അവസ്ഥ എന്താണെന്ന് അന്വേഷിച്ചുകൊണ്ട് നമ്മൾ അതിൻ്റെ താഴ്ഭാഗത്തെക്കുറിച്ച് അന്വേഷിക്കും, അതിൻ്റെ അടിത്തറ ഉണ്ടോ ഇല്ലേ. അങ്ങനെ അടിത്തറ അന്വേഷിച്ച് നിൽക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾ തിരിച്ചറിയാണ് അതിന് വേണ്ട പോലെയുള്ള അടിത്തറയൊന്നുമില്ല. അടിത്തറ ഇല്ലാതെ പുറമേ വളരെ മനോഹരമായിട്ട് രൂപകൽപ്പന ചെയ്യപ്പെട്ടുള്ള വീട്ടിലാണ് ഞാനെന്ന് കരുതി നിങ്ങൾ എത്ര കാലം പിന്നീട് ആ വീട്ടിൽ താമസിക്കും? പിന്നീട് ആ വീടിൻ്റെ ആയുസ് എത്ര കാലമാണ്? ഈ ഒരു വളരെ ബേസിക് ആയിട്ടുള്ള ഒരു വിഷൻ്റെ പുറത്ത് നിന്ന് വേണം നമ്മൾ മോറൽ നോർമാറ്റിവിറ്റി ആൻഡ് ദ പ്രോബ്ലം ഓഫ് അൺആക്നോളജ് മെറ്റാഫിസിക്സ് എന്ന് പറയുന്ന സെയ്ദ് ഹുസൈൻ നസ്റിൻ്റെ 3 പുസ്തകങ്ങൾ അതിൽ നിന്നിട്ട് അത് 3 റെഫറൻസ് ആക്കിയിട്ട് രൂപപ്പെടുത്തിയെടുത്ത ഈ ഒരു സെമിനാറിനെ മൊത്തത്തിൽ കാണാനുള്ളത്. ഈ പുതിയ വീട് എന്ന് പറയുന്നത്, നമ്മൾ കണ്ട പുറമേക്ക് മനോഹരം എന്ന് പറയുന്നത്, പലപ്പോഴും നമ്മൾ ഇന്നത്തെ ഒരു സോഷ്യൽ സിനാരിയോയിൽ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, പ്രത്യേകിച്ച് മോഡേണിറ്റി ഹ്യൂമനിസ്റ്റ് വാദികളായിട്ടുള്ള ആളുകൾ, റഷനിസ്റ്റ് ആയിട്ടുള്ള ആളുകളൊക്കെ ഇവരൊക്കെ വാദിക്കാറുണ്ട്, ഹ്യൂമാനിറ്റി വേണം, മനുഷ്യത്വം വേണം, നമ്മൾക്കിടയിലൊക്കെ സമത്വം വേണം, നമ്മൾക്ക് സാഹോദര്യം കാത്തു സൂക്ഷിക്കേണ്ടവരാണ് എന്നൊക്കെ. ഈ യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ മോഡേണിറ്റി വാദിക്കുന്ന ഈ ഒരു ഹ്യൂമൻ വാല്യൂസ് ഇതൊക്കെ ഒരു പൊയ് വാക്കുകളാണ്. ഇതിനൊന്നും അടിത്തറകളില്ല എന്ന് സാധൂകരിക്കുന്നതാണ് ഹുസൈൻ നസ്റിൻ്റെ മോറൽ നോർമാറ്റിവിറ്റി ആൻഡ് ദ പ്രോബ്ലം ഓഫ് അൺആക്നോളജ് എന്ന് പറയുന്ന ഈ ഒരു വർക്കിനെ ബേസ് ചെയ്തിട്ട് ഞാൻ അവതരിപ്പിക്കാൻ പോകുന്ന ഈ സെമിനാറിനകത്തുള്ളത്. ഓക്കെ, അപ്പോൾ വളരെ ബേസിക്കായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ജീവിക്കുന്നത് ഒരു പാരഡോക്സ് ആയിട്ടുള്ള എത്തിക്സ്, മോഡേൺ എത്തിക്സിനകത്താണ്. പാരഡോക്സ് എന്ന് പറയാനുള്ള കാരണം, ഇത്തരത്തിൽ പുറമേ ഹ്യൂമൻ ഡിഗ്നിറ്റിയെ കുറിച്ചിട്ടും ഹ്യൂമൻ വാല്യൂസിനെ കുറിച്ചിട്ടും മനുഷ്യൻ്റെ ഇക്വാലിറ്റിയെ കുറിച്ചിട്ടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോഴും അതിനകത്ത് യഥാർത്ഥത്തിൽ ഇതൊന്നുമില്ല. ഇവയെല്ലാം നിരാകരിക്കുന്ന മോഡേണിറ്റി മെറ്റാഫിസിക്കലായിട്ടുള്ള കോൺസെപ്റ്റ് ഇല്ല എന്ന് ഒരു ഭാഗത്ത് പറയുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ ഇത്തരം വാല്യൂസിനെ പുലുകുമ്പോഴും ദൈവമില്ല, നമുക്ക് റേഷണലായിട്ട് ദൈവത്തെ സ്ഥിരീകരിക്കാൻ കഴിയില്ല എന്നൊക്കെ പറയുന്ന ഒരു പാരഡോക്സ് വേൾഡ്, അതിനകത്താണ് നമ്മളിന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു ഗ്രൗണ്ട് വ്യൂ അകത്ത് നിന്നുകൊണ്ട് വേണം നമ്മളുടെ ഈ ഒരു സെമിനാർ മൊത്തത്തിൽ വീക്ഷിക്കാൻ. ഓക്കെ, ഞാൻ മെയിനായിട്ട് 4 മെത്തഡോളജിയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ബേസിക്കായിട്ട് കോൺസെപ്റ്റൽ ഫിലോസഫിക്കൽ എൻക്വയറി എന്ന് പറഞ്ഞിട്ടുള്ള സാധാ മെത്തേഡ് തന്നെ. പിന്നെ പ്രൈമറി സോഴ്സായിട്ട് 2 പുസ്തകങ്ങളുണ്ട്, നോളജ് ആൻഡ് ദ സാക്രഡ് ആൻഡ് മാൻ ആൻഡ് നേച്ചർ എന്ന് പറഞ്ഞിട്ട് സെയ്ദ് ഹുസൈൻ നസ്റിൻ്റെ വർക്കുകളാണ്. അത് 2 ഒരു പ്രൈമറി സോഴ്സായിട്ട് അനലൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹെർമനറ്റിക് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ചില ടേംസുകൾ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ സാക്രഡ് മെറ്റാഫിസിക്സ് എന്ന് പറയുന്ന സെയ്ദ് ഹുസൈൻ നസ്റിൻ്റെ ഒരു സംഭാവനയുണ്ട്. ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഹെർമനറ്റ് അപ്രോച്ച് എന്ന് പറയുന്ന ആ ഒരു ടേം എന്താണ്, അതിൻ്റെ സാഹചര്യം എന്താണ്, വരാനുള്ള കാരണം എന്താണെന്ന് കുറിച്ചിട്ട് പഠിക്കുന്ന മെത്തേഡാണ്. 4ാമത്തെ കമ്പാരിറ്റീവ് ഫ്രെയിം വർക്ക്. ഇതിനകത്ത് നമ്മൾ മോഡേണിറ്റിയെ കൂടി പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ മോഡേണിറ്റി എങ്ങനെയാണ് ഈ മൊറാലിറ്റിയെ കാണുന്നത്, ഡിഫൈൻ ചെയ്യുന്നത്, മോറൽ നോർമാറ്റിവിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റിൻ്റെ എങ്ങനെയാണ് മോഡേണിറ്റി അപ്രോച്ച് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് കാൻഡിൻ്റെ ഒരു വർക്കിന് ബേസ് ചെയ്യുന്നുണ്ട്. വളരെ ചെറിയ രീതിയിൽ പറഞ്ഞു പോകുന്നുള്ളൂ. അപ്പോൾ ഒരു കമ്പാരിറ്റീവ് ഫ്രെയിം വർക്ക് കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. മൊത്തത്തിൽ ഈ ഒരു 4 മെത്തേഡാണ് ഞാൻ മെത്തഡോളജി ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. സോ വളരെ പ്രൈമറി ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ സെയ്ദ് ഹുസൈൻ നസ്റിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നിട്ടാണ് മൊറൽ നോർമാറ്റിവിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റിനെയും ഈ പ്രോബ്ലം ഓഫ് അൺആക്നോളജ് മെറ്റാഫിസിക്സ് എന്ന് പറയുന്ന കൺസെപ്റ്റിനെയും നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ആരാണ് ഈ സെയ്ദ് ഹുസൈൻ നസ്ർ? സെയ്ദ് ഹുസൈൻ നസ്ർ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് നമ്മൾ അറിയണം. ഇദ്ദേഹം എന്ന് പറയുന്നത് ഒരു ഇറാനിയൻ ഫിലോസഫറാണ്. നോട്ട് ഓൺലി ആൻ ഫിലോസഫർ, അദ്ദേഹത്തിൻ്റെ രചനകൾ വളരെ വ്യാപ്തിയിൽ പരന്ന് കിടക്കുകയാണ്. എൻവിയോൺമെൻറ്റൽ സ്റ്റഡീസിൽ അദ്ദേഹത്തിൻ്റെ പഠനങ്ങളുണ്ട്. ഈവൻ കമ്പാരിറ്റീവ് സ്റ്റഡീസിൽ, ഫിലോസഫിയിൽ, തിയോളജിയിലൊക്കെ ഒരുപാട് സംഭാവന നൽകിയിട്ടുള്ള ഒരു സ്കോളറാണ് സെയ്ദ് ഹുസൈൻ നസ്ർ എന്ന് പറയാം. നമ്മൾ ഇദ്ദേഹത്തിൻ്റെ വളരെ മെയിനായിട്ടുള്ളൊരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത്
അദ്ദേഹത്തിൻ്റെ ഒരു വേൾഡ് വ്യൂ ആണ്. ഇത് ക്ലാസിക്കലായിട്ടുള്ള രചനകളെയൊക്കെ അനലൈസ് ചെയ്തിട്ട് ഈ ക്ലാസിക്കൽ സ്റ്റഡീസിനകത്ത് നിന്നുകൊണ്ട് തന്നെ മോഡേണിറ്റിയുടെ റിഡക്ഷണലിസം എന്ന് പറയുന്ന കൺസെപ്റ്റിനെ അദ്ദേഹം എന്ത് ചെയ്യണം, ക്രിട്ടിക്ക് ചെയ്യണം ഈ ഇതിനകത്ത് നിന്നുകൊണ്ട്. എന്താണ് റിഡക്ഷണലിസം എന്ന് ചെറിയ രീതിയിൽ പറഞ്ഞുതരാം. റിഡക്ഷണലിസം എന്ന് പറഞ്ഞാൽ ഈ അറിവിന് പ്രത്യേകിച്ച് വാല്യൂസ് ഒന്നുമില്ല, അത് ജസ്റ്റ് ഇൻഫർമേഷൻ ആണ് എന്ന് പറഞ്ഞിട്ട് സാക്രഡ് എന്നുള്ള ഒരു വലിയ അതിൻ്റെ പിന്നണിയിൽ നിന്ന് അതിൻ്റെ സത്തയിൽ നിന്നിട്ട് വലിച്ചൂരിയെടുത്ത് അറിവ് ജസ്റ്റ് ഇൻഫർമേഷൻ ആണെന്ന് പറയും. ആസ് യൂഷ്വൽ നമ്മളൊക്കെ കേൾക്കുന്ന പോലെ തന്നെ നോർമൽ ആക്കിയിട്ട് മൊറാലിറ്റി എന്ന് പറയുന്നത് റാഷണൽ ബേസ് ചെയ്തിട്ടാണ്, അതിൽ മെറ്റാഫിസിക്കലായിട്ടുള്ള എലമെൻറ്റ്സ് ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഇത്തരത്തിൽ പല കാര്യങ്ങളിൽ നിന്നിട്ടും വളരെ ലഘൂകരിച്ച ഒരു ചിന്താരീതിയെ മോഡേണിറ്റി രൂപപ്പെടുത്തിയെടുക്കുന്ന കൺസെപ്റ്റാണ് റിഡക്ഷണലിസം എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഈ ഒരു കൺസെപ്റ്റിനെ മോഡേണിറ്റി ക്രിട്ടിക്ക് ചെയ്യുന്ന ഒരു വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ക്ലാസിക്കലായിട്ടുള്ള ഇതിനെ അനലൈസ് ചെയ്യുന്ന ആളാണ് സയ്യിദ് ഹുസൈൻ നസർ എന്ന് പറയുന്നത്. സോ ഇദ്ദേഹത്തിൻ്റെ ഒരു സെൻട്രൽ ആർഗ്യുമെൻ്റ് ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു സ്റ്റഡി മുന്നോട്ട് പോകുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് നോളജ് എന്ന് പറയുന്ന സംഭവം ഇവിടെ എക്സിസ്റ്റ് ആയിട്ടുള്ള റിയാലിറ്റിയെ ബേസ് ചെയ്തിട്ടാണ് നോളജ് നമ്മൾ പറയുന്നത്. സോ ഇവിടുത്തെ നോളജ് എന്ന് പറയുന്നത് ഡിവൈൻലി നമുക്ക് കിട്ടിയിട്ടുള്ള സാധനമാണ്. സോ അത് ഭയങ്കര വാല്യബിൾ ആണ് അതിനകത്ത്. അതുകൊണ്ടാണ് എസെൻഷ്യലായിട്ടുള്ള യൂണിറ്റി ആണെങ്കിലും ആൻഡ് ഹ്യൂമൻ എക്സിസ്റ്റൻസിൻ്റെ ഓൾ ഫാക്ട്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ കൺസിഡർ ചെയ്യപ്പെടുന്നത്, അതിനൊക്കെ ഒരു മീനിങ് കിട്ടുന്നതൊക്കെ ഈ ഒരു എന്താ പറയുക ദൈവികമാണ് ഇത്തരത്തിലുള്ള നോളജ് എന്ന പെർസ്പെക്റ്റീവിനകത്ത് നിന്നാണ്. അതാണ് സെൻട്രൽ ആർഗ്യുമെൻ്റ്. ഇതിൻ്റെ ബേസിലാണ് നമ്മൾ എന്താണ് മൊറാലിറ്റി എന്നും മോറൽ നോർമാറ്റിവിറ്റി എന്താണെന്നും എന്താണ് അനക്നോളജ് മെറ്റാഫിസിക്സ് എന്നുള്ള കൺസെപ്റ്റിലേക്ക് പോകുന്നത്. സോ വളരെ ബേസിക് ആയിട്ട് നമ്മൾ എന്താണ് മോറൽ നോർമാറ്റിവിറ്റി എന്ന് നമ്മൾ അറിയേണ്ടത്. മൊറാലിറ്റി എന്ന് നമ്മൾ പരിചയിച്ചിട്ടുണ്ടാവും. ശരി തെറ്റുകളെ നമ്മൾ കണക്കാക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുന്ന ഒരു ടൂളാണ് മൊറാലിറ്റി എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഈ മോറൽ എന്ന് പറയുന്ന കൺസെപ്റ്റിൻ്റെ കൂടി നോർമാറ്റിവിറ്റി എന്ന് പറയുന്ന പദം കൂടി ചേരുമ്പോൾ എന്ത് വ്യത്യാസമാണ് വരുന്നത്? മോറൽ നോർമാറ്റിവിറ്റി എന്ന് പറയുമ്പോൾ ഒരു ഡെഫിനിഷൻ കൊടുക്കുകയാണെങ്കിൽ നോർമാറ്റീവ് പവർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഞാനൊരു ചെറിയ എക്സാമ്പിളിലൂടെ പറഞ്ഞു തരാം. നമ്മളിവിടെ ലോകത്ത് ഒരാളും നമുക്ക് കൊല്ലാനുള്ള അവകാശമില്ല, അല്ലേ? എന്തുകൊണ്ട് കൊല്ലാൻ പാടില്ല? അത് മൊറാലിറ്റി ആയതുകൊണ്ടാണ്. അപ്പോൾ ഈ മൊറാലിറ്റി ആയി എന്നുള്ളത് കൊണ്ട് നമ്മളൊരു കാര്യം ചെയ്യാൻ പാടില്ല, അതൊരു ഒബ്ലിഗേഷനാണ്. എ സെൻസ് ഓഫ് ഒബ്ലിഗേഷൻ എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റിന് പറയുന്നതാണ് നമുക്കുള്ള ഒരു നിർബന്ധിത ബാധകത. ഒരു കാര്യം ചെയ്യണം ചെയ്യാതിരിക്കണം എന്ന് പറയുന്ന ഒരു നിർബന്ധിത ബാധകത, അതിനെ പറയുന്ന പേരാണ് മോറൽ നോർമാറ്റിവിറ്റി എന്നുള്ളത്. സോ നമ്മൾ അതിൻ്റെ ഒരു ഡെഫിനിഷൻ മനസ്സിലായി. ഇനി ഈ ഒരു കൺസെപ്റ്റിൻ്റെ ഒരു ഡൈവേഷൻ വരുന്നുണ്ട്. അതായത് ആദ്യ കാലഘട്ടത്തിലൊക്കെ മൊറാലിറ്റി ബിഫോർ എൻലൈറ്റ്മെൻ്റ് ആണ് പറയുന്നത്. നോർമാലിറ്റിവിറ്റി ഡിഫൈൻ ചെയ്യപ്പെട്ടിരുന്നതൊക്കെ നമ്മൾ അവിടുത്തെ ഒരു സൊസൈറ്റി ആണെങ്കിൽ സൊസൈറ്റിൻ്റെ ഹെഡ് ഉണ്ടാകും, അതുപോലെ ട്രൈബ്സ് ആണെങ്കിൽ ട്രൈബ്സിൻ്റെ തലവനായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ഒരു ചെറിയ ഭരണമൊക്കെ ഉണ്ടെങ്കിൽ അവിടുത്തെ ഭരണ സംവിധാനം പറയുന്നത് എന്താ, അതിനനുസരിച്ചിട്ടൊക്കെ ആയിരുന്നു നോർമാലിറ്റി മൊറാലിറ്റി ഡിഫൈൻ ചെയ്യപ്പെട്ടിരുന്നത്. പിന്നെ എൻലൈറ്റ്മെൻറ്റ് കടന്നു വരികയാണ്. അങ്ങനെ 1685 മുതൽ 815 വരെയുള്ള കാലഘട്ടത്തിലുള്ള ഈ ഒരു ട്രാൻസിഷൻ അത് ബേസിക്കലായിട്ട് നമ്മുടെ മൊറാലിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റിൻ്റെ അടിത്തറ തന്നെ മാറ്റിമറിക്കുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് മൊറാലിറ്റിയെ ഡിഫൈൻ ചെയ്യപ്പെടുന്നത് എങ്ങനെ മൊറാലിറ്റി ഉണ്ടാവണം എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ സെൻട്രിക്, ഹ്യൂമൻ വാല്യൂ, ഹ്യൂമൻ ലോജിക് ബേസ് ചെയ്തിട്ടാണ്. അങ്ങനെ നമ്മളെ കാൻറ്റിൻ്റെ ഒരു എന്താ പറയുക ഈ ഒരു സമയത്ത് കാൻറ്റാണ് ഇങ്ങനെ ഒരു കൺസെപ്റ്റിനെ മുന്നോട്ട് വെക്കുമ്പോൾ അതിനെ ഈ ആശയത്തിനെ വളരെയായിട്ട് മുന്നോട്ട് വെച്ചൊരു ഫിലോസഫർ കാൻറ്റാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സംഭാവനയാണ് മോറൽ ഓട്ടോണമി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. അതായത് മനുഷ്യനാണ് ഈ മൊറാലിറ്റി എന്താണെന്ന് ഡിഫൈൻ ചെയ്യേണ്ടതെന്ന് പറയണം. മനുഷ്യനാണ് ഇതിനുള്ള ഒരു സോഴ്സ് ഓഫ് ഒബ്ലിഗേഷൻസ് മൊറാലിറ്റിയുടെ ഒരു ഫോം ചെയ്യേണ്ട ആൾ എന്ന് പറയുന്നത് മനുഷ്യന് മാത്രമാണ്. മനുഷ്യന് ലോജിക്കലിയാണ് ഇത് കണ്ടെത്തേണ്ടത്. അതിനുള്ളൊരു ഓട്ടോണമസ് റീസൺ എന്ന് പറയുന്ന കൺസെപ്റ്റാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. അതാണ് മോറൽ നോർമാറ്റിവിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റും മോറൽ നോർമാറ്റിവിറ്റി മോഡേണിറ്റി എങ്ങനെയാണ് ഡിഫൈൻ ചെയ്ത് ആഫ്റ്റർ എൻലൈറ്റ്മെൻറ്റ് എങ്ങനെയാണ് മൊറാലിറ്റി ഡിഫൈൻ ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് നമ്മൾ പറഞ്ഞത്. സോ ഇനി രണ്ടാമത്തെ ടേമായിട്ടുള്ള അനക്നോളജ് മെറ്റാഫിസിക്സ്. ഇത് വളരെ രസകരമായിട്ടുള്ള ടേമാണ്. ഹുസൈൻ നസർ പറയുന്നത്
ഇത് മൊത്തത്തിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഒരു ഓവർവ്യൂ പറഞ്ഞുതരാം. സൈനസർ പറയുന്നത് മോറൽ നോർമാറ്റിവിറ്റി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് പറഞ്ഞു കഴിയുമ്പോൾ അതിനോട് ചേർത്തിട്ട് അൺഅക്നോളജ് മെറ്റാഫിസിക്സ് എന്ന് പറയുന്നതിനെ അദ്ദേഹം കാണുന്നത് എന്തൊക്കെയാണ്, ഇന്ന് നമ്മൾ വലിയ വായിൽ ഹ്യൂമൻ ഡിഗ്നിറ്റിയെ കുറിച്ചിട്ടും ഹ്യൂമൻ വാല്യൂസിനെ കുറിച്ചിട്ട് ഫ്രീഡം, ഇക്വാലിറ്റി എന്നൊക്കെ പറയലുണ്ട്. അവർ ഇത് പറയുമ്പോൾ, ഇത്തരത്തിലുള്ള ആശയങ്ങൾ പറയുമ്പോഴും ഒരു വിധേനെ മെറ്റാഫിസിക്സ് കൺസെപ്റ്റിനെ ഇവർ എതിർക്കുന്നുണ്ട്. ദൈവത്തെ അവർ അംഗീകരിക്കുന്നില്ല. അങ്ങനെ മെറ്റാഫിസിക്കലായിട്ടുള്ള തോട്ട്സിനെ മുഴുവൻ നിരാകരിക്കുന്നുണ്ട് മോഡേണിറ്റി. ആസ് യൂഷ്വൽ അവർ ഇത്തരത്തിലുള്ള വാല്യൂസൊക്കെ സൈഡിൽ മുന്നോട്ട് വെക്കുമ്പോൾ ഒരർത്ഥത്തിൽ ഇവർ മെറ്റാഫിസിക്കലായിട്ടുള്ള കൺസെപ്റ്റിനെ തന്നെയാണ് പിന്തുടരുന്നത് എന്നുള്ളൊരു വാദമാണ് മറഞ്ഞുകൊണ്ടിരിക്കുന്ന മെറ്റാഫിസിക്സ് എന്നുള്ള രീതിയിൽ ഇദ്ദേഹം അവതരിപ്പിക്കുന്നത് സയ്യിദ് ഹുസൈൻ നസർ. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മെറ്റാഫിസിക്സ് കൊണ്ട് സയ്യിദ് ഹുസൈൻ നസർ എന്ന് പറയുന്ന വ്യക്തി എന്താണ് ഡിഫൈൻ ചെയ്യുന്നത്? അദ്ദേഹം ഇത്തരത്തിലുള്ള ഇത്തിക്സ് ആണെങ്കിലും നമ്മളെ ഫ്രീഡം ആൻഡ് ഇക്വാലിറ്റി ഇങ്ങനത്തെ കൺസെപ്റ്റുകളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ മെറ്റാഫിസിക്സിൻ്റെ കൂട്ടത്തിലാണ് അദ്ദേഹം കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഹിഡൻ റിയൽസ് എന്ന് പറഞ്ഞിട്ട് പറയുന്നത് എന്താ വെച്ചാൽ, ഇത്തരത്തിലുള്ള ഹ്യൂമൻ ഡിഗ്നിറ്റി, യൂണിവേഴ്സൽ റൈറ്റ്സ് എന്നൊക്കെ പറയുന്ന ഒരുപാട് സംഭവങ്ങൾ മോഡേണിറ്റി മുന്നോട്ട് വെക്കുകയും ആ ആശയങ്ങൾക്ക് വേണ്ടിയിട്ട് വലിയ സംഘടനകളും സംഘർഷങ്ങളും ഇതിനുവേണ്ടി പോരാട്ടങ്ങളും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവം ഇത്തരത്തിലുള്ള മറ്റൊരു സൈഡിൽ മെറ്റാഫിസിക്കലായിട്ടുള്ള കൺസെപ്റ്റിനെ ഇവരെന്ത് ചെയ്യുന്നു, നിരാകരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ ഹ്യൂമൻ ഡിഗ്നിറ്റി പറഞ്ഞ ഇത്തരത്തിലുള്ള മെറ്റാഫിസിക്കലായിട്ടുള്ള കൺസെപ്റ്റിനെ ഇവരെ അനുസരിക്കുന്നു. ഇത് മെറ്റാഫിസിക്സ് ആണ്, അതുകൊണ്ട് മെറ്റാഫിസിക്കൽ പൂർണ്ണമായിട്ട് നിരാകരിക്കുന്നില്ല, മറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള മെറ്റാഫിസിക്കൽ കൺസെപ്റ്റിനെ ഇവർ മുറുകെ പിടിക്കുന്നു എന്നാണ് ഫസ്റ്റായിട്ട് ഇവർ പറയുന്നത്. സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇവിടെ ഒരു മെറ്റീരിയൽസ് ഗ്യാപ്പ് ഉണ്ട്. നമ്മൾ പറയും മനുഷ്യന് വാല്യൂ ചെയ്യണം അങ്ങനെ പറയുമ്പോൾ ഇതിനകത്ത് വരുന്നൊരു പ്രോബ്ലം എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽസ് ഗ്യാപ്പ് എന്ന് പറയുന്നത് നമ്മൾ മനുഷ്യരാണ്. ഓക്കെ, മെറ്റീരിയൽസിൻ്റെ വ്യൂ പോയിന്റ് എടുത്ത് നോക്കുമ്പോൾ മനുഷ്യരെന്നൊക്കെ പറയുന്ന ഒരു ബയോളജിക്കലായിട്ടുള്ള എലമെൻ്റാണ്, അല്ലെങ്കിൽ എൻറ്റിറ്റിയാണ്. വെറും കുറച്ച് എന്താ മൂലകങ്ങളെല്ലാം അടങ്ങിയിട്ട് രൂപപ്പെട്ടുള്ള. ആൾസോ അതേമാതിരി തന്നെയാണ് കല്ല്. പിന്നെ ഇതിൽ മനുഷ്യർക്ക് മാത്രം നമ്മൾ പ്രാധാന്യം കൊടുക്കണം. എല്ലാം മെറ്റീരിയലിസത്തിൻ്റെ ഒരു തോട്ടം എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാം ഇത്തരത്തിലുള്ള മൂലകങ്ങൾ കൊണ്ട് രൂപപ്പെട്ടതാണ്. സോ മനുഷ്യർക്ക് മാത്രം എന്തിനാണ് ഇത്ര ഡിഗ്നിറ്റി കൊടുക്കുന്നത്, ഫ്രീഡം കൊടുക്കുന്നത്, അല്ലെങ്കിൽ വാല്യൂസ് കൊടുക്കുന്നത് എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ അവർക്ക് ഉത്തരമില്ല. ഓക്കെ, ആൾസോ മൂന്നാമത്തെ ഒരു സംബന്ധം ചാൾസ് ടൈലേഴ്സ് വ്യൂ എന്ന് പറയുന്നത്, അദ്ദേഹം പറയണത് ഇത്തരത്തിൽ എന്താണ് മൊറാലിറ്റിക്ക് നിങ്ങൾ എന്താ പറയുക ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചോദിച്ചാൽ ഇവർക്ക് ബേസിക്കായിട്ട് മൊറാലിറ്റിയെ പോലും മെറ്റീരിയലിസ്റ്റിൻ്റെ വ്യൂ പോയിന്റിൽ നിന്നിട്ട് മോഡേൺ വാല്യൂസ് പറയുമ്പോഴും അതിനൊരു അടിത്തറ നൽകാൻ ഇവർക്ക് കഴിയുന്നില്ല എന്ന ചാൾസ് ടൈലേഴ്സിൻ്റെ ഒരു വ്യൂ ഉണ്ട്. ഫ്രാഗിൾ റിമെയിൻസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. പിന്നെ മറ്റൊരു ഇതിനകത്ത് വരുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ദ വെരി ആക്ട് ഓഫ് ക്ലെയിമിങ് യൂണിവേഴ്സൽ റൈറ്റ് ആൻഡ് റോങ്, അതായത് ഒരു ട്രാൻസ്ജെൻഡർ ഓർഡർ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കൺസെപ്റ്റാണ്. സയ്യിദ് ഹുസൈൻ നസർ പറയുന്നത് ലോകത്ത് തിന്മ, ശരി, തെറ്റ് എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റ് എല്ലായിടത്തും ഒരേപോലെയാണ് എന്നുള്ളതാണ് മൊത്തത്തിലുള്ള വാദം. മൊറാലിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ ഇവിടെ മാത്രമല്ല, ഇപ്പോൾ ഇവിടെ ഒരാൾ കൊല്ലാൻ പാടില്ല എന്നോ അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിൽ ഒരിടത്ത് ഒരാൾ കൊല്ലാൻ പാടില്ല എന്നല്ല ഈ കൺസെപ്റ്റ്. ലോകത്ത് എല്ലായിടത്തും ഈ നിയമമാണ്. സോ യഥാർത്ഥത്തിൽ ഈ വാല്യൂസിൻ്റെ പിന്നാലെ ഇങ്ങനെ ഒരു നിയമം വന്ന് ഈ ഒരു ഒബ്ലിഗേഷൻ്റെ പിന്നിൽ ആരാണ്, അല്ലെങ്കിൽ ഇങ്ങനെ മൊത്തത്തിൽ എല്ലായിടത്തും ഒരു ഓർഡർ ക്രിയേറ്റ് ചെയ്തത് ആരാണ് എന്നുള്ള ഒരു സാക്രഡ് ഓർഡർ നിലനിൽക്കുന്നുണ്ട്. അതിന് ഇവർ ഇത്തരത്തിൽ മെറ്റാഫിസിക്കലായിട്ടുള്ള ഈ ഒരു സാക്രഡ് ഓർഡറിനെ മോഡേണിറ്റി അറിയാതെ അൺഅക്നോളജ് മെറ്റാഫിസിക്സ് എന്ന കൺസെപ്റ്റിലൂടെ ഇവരും പിന്തുടരുന്നുണ്ട് എന്നുള്ള ഈ ഒരു വിരോധാഭാസത്തെ അദ്ദേഹം തുറന്നു കാണിക്കുകയാണ് സയ്യിദ് ഹുസൈൻ നസർ. ലോകത്ത് ഇത്തരത്തിലുള്ള ഓർഡർ ഉണ്ട് എന്ന് ഇദ്ദേഹം ആദ്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഇദ്ദേഹം മാത്രമല്ല പറഞ്ഞിട്ടുണ്ടാവുക. നമ്മളെ ഹസ്ന് ഖുബഹ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മളെ ഖുബ്റുൽ യഖീനിയാത്തിൽ ഡിസ്കസ് ചെയ്യുന്ന പോർഷനാണ്. അവിടെ സയ്യിദ് റമളാൻ ബൂത്തി ഇത്തരത്തിലുള്ള ഒരു സാക്രഡ് ഓർഡറിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. സോ അതാണ് അൺഅക്നോളജ് മെറ്റാഫിസിക്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ മോഡേണിറ്റി മുന്നോട്ട് വെച്ചിട്ടുള്ള ഹ്യൂമൻ റീസൺ ബേസ് ചെയ്തിട്ട് നമ്മൾ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള മൊറാലിറ്റി ഡിഫൈൻ ചെയ്യണം, മൊറാലിറ്റിക്ക് വാല്യൂ കൊടുക്കണം, മൊറാലിറ്റി ഒബ്ലിഗേഷൻ, ആ സംഭവത്തിനെ കുറിച്ച് ചെറിയൊരു താരതമ്യമാണ് ഇവിടെ നടക്കുന്നത്. ഇമാനുവൽ കാന്റ് എന്ന് പറയുന്നത്
അതോറിറ്റി ഓഫ് സോഴ്സ് എന്ന് എടുത്ത് നോക്കിയാൽ മൊറാലിറ്റി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഇൻ്റലക്റ്റ് നിന്ന് കടന്നു വരണം എന്നുള്ളതാണ്. ഓക്കെ, മനുഷ്യൻ്റെ റാഷണൽ കപ്പാസിറ്റി ബേസ് ചെയ്തിട്ട് ആണ് മൊറാലിറ്റി രൂപപ്പെടുത്തേണ്ടത് എന്നുള്ളതാണ്. ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ, ഒരു ഫ്രീഡം എന്നുള്ള കൺസെപ്റ്റിനെ കുറിച്ച് പറയുന്നത് എന്താ വെച്ചാൽ, മൊറാലിറ്റി അത് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് മറ്റൊന്നിൻ്റെയും ഒരു ഡിപ്പെൻഡൻസി അതിനകത്ത് വരാൻ പാടില്ല. നമുക്ക് വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ മൊറാലിറ്റി ഉണ്ടാക്കാനും മൊറാലിറ്റി ഡിഫൈൻ ചെയ്യാനും രൂപപ്പെടുത്താനൊക്കെ കഴിയണം. മനുഷ്യൻ്റെ യുക്തിക്ക് അതിന് കഴിയും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതായത് എംഫസൈസ് റാഷണൽ ഓട്ടോണമി ആസ് അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് മോറൽ ഒബ്ലിഗേഷൻ. മോറൽ ഒബ്ലിഗേഷൻ്റെ അൾട്ടിമേറ്റ് സോഴ്സ് എന്ന് പറയുന്നത് അത് ഹ്യൂമൻസ് ഇൻ്റലിജൻ്റ് ആണ് അല്ലെങ്കിൽ റേഷണൽ ആണ് എന്നാണ് കാന്റ് പറയുന്നത്. അപ്പോൾ ഇതേ കോൺസെപ്റ്റിനെ ക്രിട്ടിക് ചെയ്തുകൊണ്ട് സെയ്ദ് ഹുസൈൻ നസർ പറഞ്ഞത് ഒരിക്കലും മോറൽ അതോറിറ്റി എന്ന് പറയുന്നത് ഹ്യൂമൻസിലല്ല എക്സിസ്റ്റ് ചെയ്യുന്നത്, മറിച്ച് എവിടെയാണ്? സാക്രഡ് ഫൗണ്ടൻസ് ഓഫ് എൻറ്റയർ യൂണിവേഴ്സ്, ഈ പ്രപഞ്ചത്തിനകത്താണ് നിലകൊള്ളുന്നത്. അത് ഡിവൈൻലി ഓർഡർ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പം അതിനകത്താണ് ഈ ഉള്ളത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഫ്രീഡം എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് വെച്ചാൽ എറ്റേണൽ ലോസ് റബ്ബ് ഇവിടെ ക്രിയേറ്റ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഡിവൈൻലി ക്രിയേറ്റ് ചെയ്യപ്പെട്ടുള്ള ഒരുപാട് എറ്റേണൽ ലോസ് ഉണ്ട്. ആൾസോ യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾസ് നമുക്കൊക്കെ അറിയുന്ന പോലെ ഒരുപാട് യൂണിവേഴ്സൽ പ്രിൻസിപ്പിളും എത്തിക്കൽ ലോസ് ഉണ്ടാവും. ഇതെല്ലാം കൂടി നമ്മൾ ജീവിതത്തിൽ പുലർത്തിയിട്ട് സോഷ്യലി ജീവിക്കുമ്പോഴാണ് നമ്മൾ മോറലി വാല്യുബിൾ ആയിട്ടുള്ള പേഴ്സൺ ആയിട്ട് മാറുക. അതല്ലാതെ നമ്മൾ റേഷണലോട് കൂടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ തീരുമാനിച്ച് ഇത്തരത്തിലുള്ള യൂണിവേഴ്സൽ ആയിട്ടുള്ള ട്രൂത്തിനോടൊക്കെ എതിരായിട്ട് പ്രിൻസിപ്പിൾസിനോട് എതിരായിട്ട് ജീവിക്കുന്നതല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയണമെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ലോജിക്കലി റേഷണലി ആയിട്ട് ഇത്തരത്തിൽ മൊറാലിറ്റിയെ ഡിഫൈൻ ചെയ്താൽ, കാന്റ് പറയുന്നത് പോലെ ഡിഫൈൻ ചെയ്താൽ, നമ്മൾ ഒബ്ജക്റ്റീവായിട്ടുള്ള കൺസെപ്റ്റിൽ നിന്ന് മാറി സബ്ജക്റ്റീവായിട്ടുള്ള റേഷണൽ ആയിട്ടുള്ള ഒരു റിലേറ്റീവ്സം എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ടാവും എന്ന് പറയുന്നത്. മോറൽ റിലേറ്റീവ്സം, എനിക്ക് എൻ്റെതായ മൊറാലിറ്റി, അവർക്ക് അവൻ്റേതായ മൊറാലിറ്റി എന്ന് പറയുന്ന ഒരു പ്രശ്നം വരും എന്നാണ് ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് എന്ന രീതിയിൽ അദ്ദേഹം ഈ ഒരു കമ്പാരിസണിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞ് മൊറാലിറ്റി എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യപ്പെടുന്നത്, ആരാണ് ഈ മോറൽ നോർമാറ്റിവിറ്റി എന്നുള്ള കൺസെപ്റ്റിനെ കാന്റും മോഡേണിറ്റി എങ്ങനെയാണ് കാണുന്നത് എന്നൊക്കെ പറഞ്ഞു. സോ നമ്മളെ ഹുസൈൻ നസർ എന്ന് പറയുന്ന ഫിലോസഫർ എങ്ങനെയാണ് ഈ മൊറാലിറ്റിയെ ഡിഫൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ മൊറാലിറ്റിയെ കാണുന്നത്? ബേസിക്കായിട്ട് വളരെ 4 ഒരു എലമെൻസിൻ്റെ ബേസിലാണ് മോറൽ നോർമാറ്റിവിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റിനെ അദ്ദേഹം ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഒന്നാമതായിട്ട് പറയുന്നത് ഒണ്ടോളജിയാണ്. അതായത് ദൈവികമായിട്ടുള്ള ഒരു ശക്തി, അതാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള മൊറാലിറ്റി ഇവിടെ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ഇതൊരു സോഷ്യലായിട്ട് രൂപപ്പെട്ടു വന്നതോ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിൻ്റെ പുറത്ത് രൂപപ്പെട്ടതോ ഒന്നുമല്ല. ഫണ്ടമെൻ്റലായിട്ട് ഒരു എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മളെ നാച്ചർ ഓഫ് റിയാലിറ്റി ഇറ്റ് സെൽഫ്, ഇവിടുത്തെ റിയാലിറ്റി ഉണ്ട്. അതായത് ദൈവം, ഡിവൈൻലി ഓണ്ടോളജി എല്ലാത്തിനും കഴിവുള്ളതായിട്ടുള്ളവരാണ് സൃഷ്ടിച്ചെടുത്തതാണെന്നുള്ളത്. പിന്നെ സോഫിയ പെരനീസ് എന്ന് പറയുന്ന കൺസെപ്റ്റ്, മൊറാലിറ്റി എന്ന് പറയുന്നത് ഓരോ മതത്തിനകത്തെടുത്ത് നോക്കുകയാണെങ്കിലും വളരെ അടിപൊളിയായിട്ടുള്ള ഒരു ആത്മീയ വശം ഉണ്ടാവും എല്ലാ മതത്തിനും. അത് ഒരു മതവും തള്ളിക്കളയാത്ത, എല്ലാ മതങ്ങളും ഇൻക്ലൂസീവായിട്ട് കാണപ്പെടുന്ന ഒരുപാട് വാല്യൂസ് ഉണ്ടാവും എല്ലാ മതത്തിനകത്തും. ഇത് ഇപ്പോൾ കുറച്ച് കാലത്തേക്ക് അല്ലെങ്കിൽ ഒരു ടൈം ഓഫ് ലിമിറ്റഡ് പീരീഡിനകത്ത് ഉണ്ടാവുകയും പിന്നെ നശിച്ചു പോകുന്നതല്ല, ടൈംലെസ് ആണ്. അത് ഒരുപാട് കാലാകാലങ്ങളിൽ നിലനിൽക്കുന്നതായിട്ടുള്ള അൺചേഞ്ചിങ് ആയിട്ടുള്ള ഒരു സ്പിരിച്വൽ ട്രൂത്ത്സ്, അത് ആണ് ഈ പെരൽ വിസ്ഡം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോഫിയ പെർനീസ് ആ ഒരു ഇതിൻ്റെ ബേസിൽ കൂടിയാണ് ഇത് നിലനിൽക്കുന്നത്. ആൾസോ നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്തിട്ടുള്ള ഈ സാക്രഡ് ഓർഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർഡർ അല്ലാഹു തആല ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള, ഇവിടെ ഒരു തെറ്റ് ചെയ്യണമെങ്കിൽ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയാലും അത് തെറ്റാണെന്നുള്ള ആ ഒരു സാക്രഡ് ആയിട്ടുള്ള ഓർഡർ, ഹ്യൂമൻ വാല്യൂസിന് ഇവിടെ പാകിസ്ഥാനിൽ മാത്രം അല്ലെങ്കിൽ മലപ്പുറത്ത് മാത്രം എന്നുള്ള രീതിയിലല്ല, ടോട്ടലി നമ്മളിങ്ങനെ ചെയ്യണമെന്ന ഒരു യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾ. പിന്നെ ബേസിക്കായിട്ട് നമ്മൾ ഇസ്ലാമിക കൺസെപ്റ്റോട് കൂടിയിട്ട് ഫിത്ര എന്ന് പറയും. നമ്മളൊരാൾ തെറ്റ് ചെയ്യണമെന്ന് കണ്ടാൽ മതമല്ല, അവൻ്റെ മനുഷ്യൻ്റെ അകത്തുള്ളൊരു സൈക്കോളജി, അല്ലെങ്കിൽ അപ്പം അവൻ്റെ അകത്ത് അത് തെറ്റാണ് ഇത് ശരിയാണെന്ന് തോന്നുന്ന സൃഷ്ടിപ്പിനകത്ത് കടന്നു വരുന്ന നമ്മളെ ഫിത്ര എന്ന് വിളിക്കും. ഓരോ പെർസ്പെക്റ്റീവിൽ നിന്നിട്ട് അത് വ്യത്യസ്ത പേരില്ല. അപ്പോൾ ഈ 4 എലമെൻസിൻ്റെ ബേസിലാണ് മൊറാലിറ്റി ഡിഫൈൻ ചെയ്യേണ്ടത് എന്നാണ് ഹുസൈൻ നസർ പറയുന്നത്. ഓക്കെ, അപ്പോൾ മെറ്റാഫിസിക്കലായിട്ടുള്ള ഒരു 4 എലമെൻറ്റ്സ് പറഞ്ഞു, അതിൻ്റെ ബേസിലാണ്
മൊറാലിറ്റി നിലനിൽക്കുന്നത്, മോറൽ നോർമാറ്റിവിറ്റി ഡിഫൈൻ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഉണ്ടാകുന്നൊരു ക്വസ്റ്റ്യനാണ്, ഐ എം നോട്ട് എ ബിലീവർ എറ്റ് എ ലൈവ് മോറൽ ലൈഫ്, വൈ ഡു നീഡ് എ മെറ്റാഫിസിക്സ്? ഞാനൊരു വിശ്വാസിയൊന്നുമല്ല, പക്ഷെ ഞാൻ ലോകത്ത് ഒരാളെ കൊല്ലുന്നത് തെറ്റാണെന്നും അതേപോലെ മോറലി വാല്യൂ ചെയ്യേണ്ടതിനെ വാല്യൂ ചെയ്യണം എന്നൊക്കെ കൺസെപ്റ്റുള്ള വ്യക്തിയാണ്. ഇവിടെ ഇപ്പോൾ എനിക്ക് മെറ്റാഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളെ ആവശ്യമൊന്നും വരുന്നില്ല. ഇത്തരത്തിലുള്ള വിശ്വാസം രൂപപ്പെടുത്തിയെടുക്കാനും മോറലി സമൂഹത്തിൽ ജീവിക്കാനൊന്നും ഇത്തരത്തിലുള്ള മെറ്റാഫിസിക്കലായിട്ടുള്ള എലമെൻസിനെ എനിക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടില്ല. സോ സെയ്ദ് ഹുസൈൻ നസ്റിൻ്റെ കാഴ്ചപ്പാടിന് വാല്യൂ ഇല്ലേ? ഇതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സെയ്ദ് ഹുസൈൻ നസ്ർ ഇവിടെ ചെയ്ത രീതി എന്താണ്, ഈ ഒരു സെമിനാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും മൊറാലിറ്റി രൂപപ്പെടുന്നത് ഈ ഒരു 4 എലമെൻസിൻ്റെ ബേസിലാണ് എന്നല്ല ഇതിനർത്ഥം. ഫണ്ടമെൻ്റലായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മോറൽ നോർമാറ്റിവിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ മോഡേണിറ്റി കൊണ്ടുവരുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞു. എന്നിട്ട് ഈ ഒരു വിശ്വാസത്തിൻ്റെ ധാരയിലൂടെ നമ്മളിതിനെ നോക്കിക്കാണുമ്പോൾ ശരിയാണ്, നമ്മളെ സോഷ്യൽ സ്ട്രക്ചർ ബേസ് ചെയ്തിട്ട് ഹ്യൂമൻ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഹ്യൂമൻ്റെ റീസൺ ബേസ് ചെയ്തിട്ടൊക്കെ നമ്മൾ ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ട്, മോറലായിട്ടുള്ള കാര്യങ്ങൾ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട്. ബട്ട് ദ പ്രോബ്ലം ഈസ് ദാറ്റ്, ഇതുകൊണ്ടൊക്കെ ഉള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നമുക്ക് ഇവരെക്കുറിച്ച് തിരിച്ചൊരു ചോദ്യം ചോദിച്ചാൽ, ഇപ്പം മനുഷ്യന്മാർക്ക് വാല്യൂ കൊടുക്കണം എന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞത്? ഈ ഒരു ഒബ്ലിഗേഷൻ്റെ ആവശ്യകത എന്താണ്, മോറൽ ഒബ്ലിഗേഷൻ്റെ ആവശ്യകത എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാൻ കഴിയില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ മെറ്റീരിയൽസ് പോയിന്റ് ഓഫ് വ്യൂവിൽ വരുമ്പോൾ ഇവർ എല്ലാം മെറ്റീരിയലാണ്, എല്ലാം മൂലകങ്ങളാണെന്ന് പറയും, കല്ലും മനുഷ്യനും എല്ലാം മെറ്റീരിയലാണെന്ന് പറയും. പക്ഷെ മനുഷ്യർക്ക് വാല്യൂ കൊടുക്കണം, മനുഷ്യർക്ക് സ്പെഷ്യലായിട്ടുള്ള വാല്യൂ കൊടുക്കണം എന്നൊക്കെ പറയുന്ന ഈ ഒരു വൈരുദ്ധ്യം വരും. അപ്പോൾ ഇതിന് അടിത്തറ ഇല്ലാതാവും. സോ ഈ ഒരു വാദത്തെ നിലനിർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ഏറ്റവും ബേസായിട്ടുള്ള ഒരു അടിത്തറയാണ് മെറ്റാഫിസിക്സ് എന്നാണ് ഹുസൈൻ നസ്ർ ഇവിടെ സമർത്ഥിച്ചിട്ടുള്ളത്. അല്ലാതെ മെറ്റാഫിസിക്സ് ബിലീവർക്കോ മൊറാലിറ്റി ബിലീവ് ഉള്ളവർക്ക് മാത്രമേ രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റും എന്നുള്ള രീതിയിലല്ല ഈ വായന പോയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചോദിക്കും, ഇന്നത്തെ കാലത്ത് എന്തിനാണ് ഇപ്പോൾ ഹുസൈൻ നസ്റിൻ്റെ ഈ ഒരു കൺസെപ്റ്റിനെ ചർച്ചയ്ക്ക് എടുക്കേണ്ട ആവശ്യം, നോർമലായിട്ട് നമ്മൾ ഇതിൻ്റെ ആവശ്യമുണ്ടോയെന്ന്. ഓക്കെ, ആ ഒരു 3 എലമെൻസും കൂടെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വൈൻഡപ്പ് ചെയ്യാം. ഒന്നാമതായിട്ട് പറയുന്നത്, ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ നന്നായിട്ട് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോബ്ലമാണ് എൻവിയോൺമെൻറ്റൽ ക്രൈസിസ് എന്ന് പറയാം. ഈ എൻവിയോൺമെൻറ്റൽ ക്രൈസിസ് ഉണ്ടാകുമ്പോൾ ഹുസൈൻ നസ്റിൻ്റെ ആശയം ഇവിടെ എങ്ങനെ അപ്ലിക്കബിൾ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓക്കെ, ലെറ്റ് മീ എക്സ്പ്ലെയിൻ. അതായത് പ്രകൃതി നശീകരിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പം നമ്മളെന്താ പറയുക, പ്രകൃതി നശിക്കുന്നുണ്ട്, അപ്പം നമ്മൾ ഹ്യൂമനായിട്ടുള്ള ആൾക്ക് ഇവിടെ സസ്റ്റെയിനായിട്ട് സർവൈവ് ചെയ്യണം, നമ്മൾ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു സംഭവം നടന്നിട്ടില്ല, നമ്മളെ നിലനിൽപ്പിനെ ഇത് ബാധിക്കും എന്നുള്ള രീതിയിലാണ് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യാം, എൻവിയോൺമെൻറ്റ് ക്രൈസിസിനെ അപ്രോച്ച് ചെയ്യൽ. അപ്പം അതിൻ്റെ ഒരു സൊല്യൂഷൻ വേണമെന്നുള്ളത് അവിടെയാണ് ഹുസൈൻ നസ്ർ പറയുന്നത്. അങ്ങനെ കണ്ടാൽ ചിലപ്പോൾ പലപ്പോഴും എന്താവും, സ്വാർത്ഥ താല്പര്യങ്ങളുടെ പുറത്ത് മനുഷ്യന്മാർ വീണ്ടും അതിക്രമിച്ച് കാടും മലയൊക്കെ കയ്യേറും, അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇതൊരു പരിഹാരമല്ല. അവിടെയാണ് ഇദ്ദേഹം പറയുന്ന, സെയ്ദ് ഹുസൈൻ നസ്ർ പറയുന്ന കൺസെപ്റ്റ്, ഇൻസ്റ്റീഡ് ഓഫ് ബീയിങ് ആസ് എ മെറ്റീരിയൽ, ഇതൊരു മെറ്റീരിയലായിട്ട് നിങ്ങൾ ഇതിനെ കാണുന്നതിന് പകരം ഇതൊരു ഡിവൈനായിട്ടുള്ള ക്രിയേറ്ററാണ് അല്ലെങ്കിൽ ക്രിയേഷനാണ്, ദൈവം ഉണ്ടാക്കിയതാണ്. അപ്പം അതിന് വാല്യൂ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ആസ് എ ബിലീവർ ഇതിനെ നശിപ്പിക്കാൻ പാടില്ല. ഓക്കെ, ഈ ഒരു എന്താ പറയുക, സയൻസ് ഓഫ് ഗോഡ്, ഇതെല്ലാം സയൻസ് ഓഫ് ഗോഡ് എന്നുള്ള കൺസെപ്റ്റിലൂടെ കണ്ടാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ ഇവിടെ നിലനിർത്താൻ പറ്റും. ഇപ്പോൾ എൻവിയോൺമെൻറ്റലായിട്ട് ക്രൈസിസ് വരുമ്പോൾ ഈ ഒരു മെറ്റാഫിസിക്കലായിട്ടുള്ള കൺസെപ്റ്റിൽ നമ്മളിതിനൊക്കെ അപ്രോച്ച് ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റും, ഒരു പരിധിവരെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിട്ട് പരിഹാരം കാണാൻ കഴിയുന്നതാണ്. ആൾസോ നെക്സ്റ്റ് പറയുന്ന കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ റൈറ്റ്സ് ആണ്. നമ്മൾ ഹ്യൂമൻ റൈറ്റ്സിന് പറയുമ്പോൾ തന്നെ പലപ്പോഴും നമ്മൾ ഹ്യൂമൻ റൈറ്റ്, മനുഷ്യാവകാശം എന്നൊക്കെ പറയുകയും ഗസയിൽ ബോംബിട്ടിട്ട് മനുഷ്യന്മാരെ കൊല്ലുക, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ സ്വത്തിന് വേണ്ടിയിട്ട് ഏട്ടൻ അനിയനെ കൊല്ലുക, അല്ലെങ്കിൽ പൊളിറ്റിക്കലായിട്ടുള്ള എന്തെങ്കിലും കോൺട്രവേഴ്സിയുടെ ബേസിൽ ഒരാൾ മറ്റൊരാൾ കൊല്ലുക, അപ്പോൾ ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റൊക്കെ ആകാശത്ത് നിന്ന് ഇങ്ങനെ ചിരിക്കുക, ഈ ഒരു സംഭവമാണ്. സോ ആ ഒരു കൺസെപ്റ്റിനെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. നമ്മൾ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യന്മാർ എന്നൊക്കെ പറയുന്നത് ഖലീഫയാണ്, അള്ളാഹുവിൻ്റെ ദൈവത്തിൻ്റെ ഖലീഫയായിട്ടാണ് നമ്മളിവിടെ ഉള്ളത്.
ഓരോ മനുഷ്യനെ കാണുമ്പോഴും ദൈവത്തിൻ്റെ ഖലീഫയാണെന്ന ബോധ്യത്തോട് കൂടിയിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യൽ തുടങ്ങിയാൽ ഹ്യൂമൻ റൈറ്റ്സ് എല്ലാവർക്കും കറക്റ്റായിട്ട് കിട്ടും, ഹ്യൂമാനിറ്റി ഇവിടെ നിലനിൽക്കും. ഓക്കെ, അതൊരു യുണീക്ക് ഡിഗ്നിറ്റി മനുഷ്യന്മാർക്ക് നൽകാൻ നമുക്ക് എന്ത് ചെയ്യും, സഹായിക്കും. ഇതേ കൺസെപ്റ്റ് സെയ്ദ് ഹുസൈൻ നസ്രത്ത് ഡീപ്പായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ പറയുന്നുണ്ട്. എങ്ങനെ മനുഷ്യന്മാർ എന്ന് പറയുന്ന എന്താ പറയുക, അവൻ്റെ ഉള്ളിൽ ആത്മാവുണ്ട്, ആത്മാവായിട്ടുള്ള അത് അള്ളാഹു കൊടുത്താണ്, അവനിലേക്കുള്ള മടക്കമാണ്. എല്ലാ മനുഷ്യന്മാരും ഖലീഫയാണ് എന്ന് പറയുന്ന ഒരു വർക്കൊക്കെ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഓക്കെ, ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ജസ്റ്റിസ് ഈസ് ഫണ്ടമെൻ്റലി മിസാൻ. ജസ്റ്റിസ് എന്ന് പറയുന്നത് മീസാനാണ്, ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഒരു വിഭാഗം മാത്രം റൈറ്റ് ഉണ്ടാവുക, മറ്റൊരു വിഭാഗത്തിന് അങ്ങനെയൊന്നുമില്ല. ഇത് ദൈവം അല്ലെങ്കിൽ ഡിവൈൻലി ഓർഡർ ചെയ്യപ്പെട്ടിട്ടുള്ള, പ്ലേസ് ചെയ്തിട്ടുള്ള ഒരു കോസ്മിക് അല്ലെങ്കിൽ സോഷ്യൽ ഓർഡർ ഇവിടെ കൺസിഡർ ചെയ്യുക, അങ്ങനെയാണ് എന്നുള്ള ഇത് ഉറപ്പിക്കുക. അപ്പോൾ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാവർക്കും നീതിപരമായിട്ട് പെരുമാറാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ എന്താണെന്ന് ക്രൈസിസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ മൊറാലിറ്റിയുടെ ഫൗണ്ടേഷൻ നമുക്ക് കാണാൻ കഴിയുന്നില്ല. റേഷണലായിട്ട് പറയുമ്പോഴും നാം പറഞ്ഞ മെറ്റീരിയൽ പോയിന്റ് ഓഫ് വ്യൂയിലുള്ള ആ ഒരു പാരഡോക്സ് അല്ലെങ്കിൽ എന്താ പറയുക, ഒരു പ്രശ്നം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആൾസോ റിലേറ്റീവ്സ് എന്നുള്ള കൺസെപ്റ്റാണ് പലപ്പോഴും കാൻഡ് മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ ഓട്ടോണമി റീസൺ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ടാക്കി വരുത്തുക. അപ്പോൾ ഇന്ന് മാറിയിട്ട് ഒബ്ജക്റ്റീവായിട്ടുള്ള സെക്രഡ് ആയിട്ടുള്ള ഒരു ഓർഡർ ബേസ് ചെയ്തിട്ടുള്ള മൊറാലിറ്റി കടന്നു വരണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വെക്കുന്നത് മൊറാലിറ്റിയെ വളരെ സെക്രഡ് ആയിട്ടുള്ള മെറ്റാഫിസിക്കൽ ആയിട്ടുള്ള തോട്ട്സിനകത്ത് നിന്നിട്ടും ആരൊക്കെയോ അടർത്തിയെടുത്തിട്ട് നമ്മളെ മുന്നിൽ ഭയങ്കര അടിപൊളിയാക്കിയിട്ട് അവതരിപ്പിക്കുകയാണ്. ബേസിക്കലി ഇതിനൊരു അടിത്തറ പോലും ഇല്ല. അപ്പോൾ ചില ചോദ്യങ്ങളുടെ അപ്പുറത്ത് വെറും ശൂന്യതയായിട്ട് ബാക്കിയാവണം. അവിടെയാണ് സെയ്ദ് ഹുസൈൻ നസ്ർ പറഞ്ഞിട്ടുള്ള ഈ വിഭാഗം തന്നെ അനാക്നോളജ് ആയിട്ട് മറഞ്ഞുകൊണ്ട് എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിലുള്ള മെറ്റാഫിസിക്കൽ കൺസെപ്റ്റിനെ ഇവർ മുന്നോട്ട് വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ കൈപിടിച്ച് കൂടെ പിടിച്ച് നടത്തുന്നുണ്ട്. അതോടുകൂടെ മെറ്റാഫിസിക്കലായിട്ടുള്ള അദ്ദേഹം പറഞ്ഞ 4ഓളം കൺസെപ്റ്റ് ഉണ്ടല്ലോ, ആ കൺസെപ്റ്റിൻ്റെ ബേസിൽ നമുക്ക് മോറൽ നോർമാറ്റിവിറ്റിയെ ഡിഫൈൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഈ ഒരു പ്രോബ്ലം നമുക്ക് പരിഹരിക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള റെഫറൻസ് ഇതൊക്കെയാണ്. ഗ്രൗണ്ട് വർക്ക് ഓഫ് മെറ്റാഫിസിക്സ് മോറൽസ് എന്ന് പറയുന്ന കാൻഡിൻ്റെ പുസ്തകം, പിന്നെ ആഫ്റ്റർ വിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള മെക്കൻഡിയറുടെ വിഷയം, അദ്ദേഹം അതിലാണ് സ്റ്റഡി ഓഫ് മോറൽ തിയറി എന്ന് പറയുന്നൊരു കോൺസെപ്റ്റാണ് അതിൻ്റെ എടുത്തിട്ടുള്ളത്. മാൻ ആൻഡ് നേച്ചർ എന്ന് പറഞ്ഞ നോളജ് ആൻഡ് സേക്രഡ്, അങ്ങനെ തരത്തിലുള്ള പുസ്തകങ്ങളാണ് റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. സോ താങ്ക് യു ഫോർ ടൈം ആൻഡ് അറ്റൻഷൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.